ഇതൊക്കെ എന്താ ഡോക്ടറെ, ഇതിലേക്ക് മരുന്ന് കഴിച്ചാൽ മാറുമോ, ഇത് ഞങ്ങളൊരു പ്രശ്നമല്ലേ? റിയാലിറ്റി നമ്മൾ എല്ലായിടത്തും നാട്ടുകാരടുത്ത് മുഴുവൻ ബോധ്യപ്പെടുത്തണമെന്നല്ല, നമുക്ക് വേണ്ടപ്പെട്ട ക്ലോസ് സർക്കിളിൽ റിയാലിറ്റി, നിങ്ങളുടെ ജോലി എന്താണ്, അതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണ്, അവിടുത്തെ ഡിസിപ്ലിൻ എന്താണ്. ഇപ്പോൾ ഒരു ഫോൺ കൊടുക്കുന്നതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളായിട്ടുള്ള കാര്യമല്ല, പക്ഷേ ഫോണിലൂടെ പല കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാമെന്നുള്ളത്. അതെ, അവരുടെ ഇൻറ്റൻഷൻ നടക്കലാണ് അവരുടെ ഉദ്ദേശം. അതിൽ ചില കേസുകൾ നല്ലതുണ്ടാവും, നല്ല ഇൻറ്റൻഷൻ ഉണ്ടാവും, നിങ്ങളെ സഹായിക്കാനും നിങ്ങളുടെ ടാലൻസ് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ഉണ്ടാവും. കാരണം എല്ലാവരുടെയും ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഈ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആണ്. എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷയങ്ങൾ. ഇത്തരം ഒരു ഡിസാസ്റ്റർ ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആണ്. ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യം വന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ അതിൻ്റെ ആ ഷോക്കിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനാണ്. മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ്ങും ആ സ്നേഹബന്ധങ്ങളും ഉണ്ടെങ്കിൽ ജീവിതം സ്മൂത്തായി പോകുള്ളൂ. മറ്റേതൊക്കെ ഒരു ആളിക്കത്തലും. ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ UAE ആളുകളുടെ മനസ്സിനെ കഴിഞ്ഞ 14 വർഷമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന, ടേക്ക് കെയർ ചെയ്യുന്ന സൈക്കാട്രിയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടർ അനീസ് അലിയാണ് ഇന്ന് ബേസ് മീഡിയയോടൊപ്പം ഉള്ളത്. ഹൈ സർ, വെൽക്കം ടു ദ ഷോ. സർ, ഈ ഞാൻ പറഞ്ഞ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത്. അത് ഒരുപാട് പേര്, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്, ഇന്ന് അതിനെപ്പറ്റി ഓപ്പൺ അപ്പായി സംസാരിക്കുമ്പോഴും അതൊരു നോർമലൈസ് ആക്കപ്പെടുന്നില്ല നമ്മുടെ സൊസൈറ്റിയിൽ. എന്തുകൊണ്ടായിരിക്കും അത്? അതെ, ഒരു മെൻ്റൽ സ്റ്റിഗ്മ എന്ന് പറയുന്നത്, നമുക്ക് ആളുകൾക്കൊരു അവഗണന ഉണ്ട് ഈ മാനസിക രോഗത്തിന്. അതെന്താ വെച്ചാൽ, ഈ മാനസിക രോഗം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ധാരണയിൽ അതൊരു ഭ്രാന്ത്, ആ ഭ്രാന്തുള്ളവർ. ഇപ്പോൾ സൈക്യാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ ധാരണ ഭ്രാന്തിനെ ചികിത്സിക്കുന്ന ഡോക്ടർ എന്താണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പിക്ചറൈസേഷൻ നമ്മൾ മുന്നിൽ വരുമ്പോൾ ആളുകൾക്ക് ആ ചിത്രം മാറിയിട്ടില്ല പൂർണ്ണമായിട്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ സിനിമയിലും മറ്റുള്ളതിലൊക്കെ വരുമ്പോൾ നമ്മളൊരു സൈക്യാട്രിക് പേഷ്യൻറ്റിനെ കാണിക്കണ മുഴുവൻ ഒരു വയലൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ അവരൊരു അബ്നോർമൽ ഡ്രസ്സിങ്സ്, ഒരു കീറിയ ട്രൗസറും ഒരു വൃത്തിയില്ലാത്ത താടിയും മീശയും ഒക്കെ വളർത്തിക്കൊണ്ടും അങ്ങനെയുള്ള ആളുകളെ നമ്മൾ റോഡിലൂടെയൊക്കെ അലിഞ്ഞിരിഞ്ഞ് കിടക്കുന്നവരെയാണ് നമ്മൾ ഭ്രാന്തന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ അവരിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. അപ്പോൾ ആ ധാരണ നമ്മളൊക്കെ ആളുകളുടെ മനസ്സിലും നമ്മൾ പ്രതികരിക്കുന്നില്ലെങ്കിലും അത് അവിടെ രജിസ്റ്റേർഡായി കിടക്കുന്നതുകൊണ്ട് അത്തരത്തിലാണ്. സിനിമയിലൊക്കെ ചിലപ്പോൾ ഒരു കോമഡിക്ക് വേണ്ടിയിട്ടോ, അപ്പോൾ ഞാനൊക്കെ ആലോചിക്കും, നിങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ സ്കൂളിലൊക്കെ പ്രച്ഛന്ന വേഷം എന്നൊക്കെ പറഞ്ഞൊരു വേഷം ഉണ്ടായിരുന്നു, ഒരു കഥയുണ്ടായിരുന്നു, ഫാൻസി ഡ്രസ്. അപ്പോൾ അതിലൊക്കെ സൈക്യാട്രിക് പേഷ്യൻസിൻ്റെ റോളൊക്കെ ചിലവരെടുക്കും. എന്താ വെച്ചാൽ ഒരു സൈക്കിൾ ടയറും ഒരു കീറിയ ട്രൗസറും, ഒരു കീറിയ ട്രൗസർ അല്ലെങ്കിൽ കീറിയ ബനിയൻ, അങ്ങനെ രൂപമാണ് കൊടുക്കുക. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒരു സൈക്യാട്രിക് പേഷ്യൻ്റ് ആണെന്നുള്ളത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. സൈക്യാട്രിക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനായിട്ട് ബന്ധപ്പെടുത്തുന്ന പ്രശ്നങ്ങൾക്കാണ് മാനസിക രോഗങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ മാനസിക രോഗം എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് പല പ്രശ്നങ്ങളോ, നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും വരാം. നിങ്ങൾക്ക് ചെറിയ ടെൻഷൻസ് വരാം, ചെറിയ വർക്ക് സ്ട്രെസ് വരാം. ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്നു, ഇവിടെ നിങ്ങൾക്ക് ജോലിയായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ വരാം. വീട്ടിലെന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഇൻ ദ സെൻസ്, ആക്ച്വലി നിങ്ങൾ ഫൈനാൻഷ്യൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ കുടുംബത്തിൽ അച്ഛനോ അമ്മയോ ആർക്കും സുഖമില്ലാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വിഷമങ്ങൾ ഇങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ അതുണ്ടാവും, ഒറ്റപ്പെട്ടത്. അപ്പോൾ പലരും ഇതിനെ ടാക്കിൾ ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര എന്ത് പ്രശ്നങ്ങൾ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിലും അത് ഓവർകം ചെയ്ത് നിങ്ങൾക്ക് ചിരിച്ച് നിങ്ങളുടെ ജോലിയായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. എന്നാൽ ചെറിയൊരു മൈന്യൂട്ട് പ്രശ്നം വന്നാൽ വരെ ആകെ മൂഡ് ഔട്ടായിട്ട് എല്ലാം നിങ്ങൾ റുട്ടീനായി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണെങ്കിലും ഇതിനാകെ സ്റ്റക്കായി, ആകെ പ്രശ്നമായി. സ്വാഭാവികമായിട്ട് നിങ്ങളെ മുതിർന്നവർ, നിങ്ങൾ ലീഡേഴ്സ് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യും സ്വാഭാവികമായിട്ടും. എന്താണോ ഇതിപ്പോൾ സാധാരണ ചെയ്യുന്ന ആളുടെ ഭയങ്കര മിസ്റ്റേക്സ് ആണല്ലോ വന്നിരിക്കണതെന്നൊക്കെ വരും. അപ്പോൾ നിങ്ങളൊക്കെ ബാധിക്കും. അപ്പോൾ ഇത് പലരും പല രീതിയിലാണ് എടുക്കുക. ആ ഒരു മെൻ്റൽ സ്റ്റിഗ്മ, അവെയർനെസ് ഇല്ലായ്മ കൊണ്ട്, അതിനെപ്പറ്റി തിരിച്ചറിവില്ലാത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള സജഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശാരീരിക രോഗങ്ങൾ പോലെ തന്നെ മാനസിക രോഗങ്ങളെയും കാണണം. മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നത്തിനെയാണ് മാനസിക രോഗം എന്ന് പറഞ്ഞാൽ, അല്ലാത്ത വേറൊന്നുമല്ല. അത് പലതരത്തിലും പല ആളുകളും പ്രസൻറ്റ് ചെയ്യും. അതായത് നമ്മളെ തലച്ചോറിൽ ചില കെമിക്കൽസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അതിൽ ആ എൻസൈംസിൽ വരുന്ന ചേഞ്ചസ്, കെമിക്കൽ ഇംബാലൻസ് വരുമ്പോൾ ആ പെരുമാറ്റ രീതി, മൂഡ് ചേഞ്ചസ് ഒക്കെ വരും. അത് കറക്റ്റ് ചെയ്യാനും അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്താ കാരണം എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട മരുന്നുകൾ തരികയാണ് ഒരു സൈക്യാട്രിസ്റ്റ് ചെയ്യുന്നത്. ആ തരത്തിലെടുത്താൽ മതി. ഇപ്പോൾ എഡ്യൂക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടാകും കുട്ടികൾക്ക്. എല്ലാവരും പറയും നല്ല പഠിച്ചിരുന്ന കുട്ടിയാണ്, ഇപ്പോൾ അവൻ പിന്നോട്ടാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ ബിഹൈൻഡ് നമ്മൾ നോക്കണം. എന്തെങ്കിലും ഇൻ്റലക്ച്വൽ പ്രശ്നങ്ങളുണ്ടോ, IQ പ്രശ്നമുണ്ടോ? IQ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ആ ഒരു ബുദ്ധി കുറവുകൊണ്ടാണ്. അത് പിക്കപ്പ് ചെയ്യാൻ വേറെ സപ്പോർട്ടീവ് തെറാപ്പി എന്തെങ്കിലും കൊടുക്കണോ?
അതല്ല റീസെൻ്റ് ആയിട്ട് നിങ്ങൾ വളരെ നന്നായി പഠിച്ചിരുന്ന ആളാണ്, ഇപ്പോൾ പെട്ടെന്ന് കുറഞ്ഞാൽ വേറെ എന്തെങ്കിലും ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടോ, നിങ്ങൾക്ക് വല്ല അഫെയറോ അങ്ങനത്തെ എന്തെങ്കിലും ഇത് ബ്രേക്ക് ആയതോ, എന്തെങ്കിലും ടീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്, ചില പർട്ടിക്കുലർ സബ്ജക്റ്റ് SLD എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ ഇല്ലയോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് വേണ്ട കോച്ചിങ് ഇൻസ്ട്രക്ഷൻസ് വേണ്ട ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ ലേണിംഗ് പാരൻസിനോ ആരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് എസ്കേപ്പ് അടിക്കാൻ പറ്റും. പക്ഷെ പലതും സംഭവിക്കുന്നത് വെച്ചാൽ അറ്റ് ദ ബിഗിനിങ് ഇത് റെക്കഗ്നൈസ് ചെയ്യാതെ പോകുമ്പോൾ നിങ്ങൾ അതിലങ്ങനെ ഓടിക്കൊണ്ടിരിക്കും കഷ്ടപ്പെട്ടിട്ട്, കുറച്ച് കാലം അത് ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകും, കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യും, പക്ഷെ അപ്പോഴത്തേക്ക് നിങ്ങൾ കുറേ ഫാർ അഹെഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള കുട്ടികളൊപ്പം പിക്കപ്പ് ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അപ്പോൾ ബിഗിനിങ്ങിലേ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു മെൻ്റൽ ഇൽനെസ് ഒക്കെ ബിഗിനിങ്ങിലേ കിട്ടുകയാണെങ്കിൽ മെൻ്റൽ ഇൽനെസ് ആർ ട്രീറ്റബിൾ ആൻഡ് ക്യൂറബിൾ എന്നാണ് പറയാം. നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന എന്തിനെ പോലെ തന്നെ നമുക്കത് കണ്ടെത്തി ചികിത്സിച്ച് ഭേദമാക്കാനും ആ തരത്തിൽ കാണണം. അതിൽ നമ്മളൊരു ഷെയിമായിട്ട് കാണണ്ട. ബാക്കിയുള്ളവരാണെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. എനിക്കൊരു മാനസിക പ്രശ്നമുണ്ട്, ഞാനൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രൊഫഷണൽ ആളെ കണ്ടു ചെയ്യാനും പറ്റണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ജനറേഷനിലുള്ളവർ യങ്സ്റ്റേഴ്സിനെ പറ്റി ഒരുപാട് ഓപ്പൺ അപ്പായി സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പേരന്റൽ ജനറേഷനിൽ പലർക്കും അത് മനസ്സിലാവാതാകുമ്പോൾ കുട്ടികൾ അനുഭവിക്കുന്ന യങ്സ്റ്റേഴ്സ് അനുഭവിക്കുന്ന മറ്റൊരു രീതിയിലുള്ള ഒരു മാനസിക പിരിമുറുക്കമുണ്ട്. അതിനവരെന്തായിരിക്കും ചെയ്യേണ്ടത്? കാരണം അവർക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന അവരുടെ പേരൻസിനോട് അവർക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ പോലെ എനിക്ക് മെന്റലി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പേരൻസ് നീ കൊച്ചുകുട്ടിയില്ല, നിനക്ക് എന്താ ടെൻഷൻ, നിനക്ക് എന്താണ് പ്രശ്നം എന്നൊരു ചോദ്യം വരും. അപ്പോൾ അവരവിടെ ഒരു ഉത്തരം ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഇല്ലാണ്ട് സ്റ്റക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അതിപ്പോൾ ഈ സബ്ജക്റ്റ് എന്നുള്ളതിലേക്ക് നമ്മളിപ്പോൾ ആ കുട്ടികളോട് അതിന് കംപ്ലൈൻറ്റ് പറയുന്നതിൽ അർത്ഥമില്ല. പേരൻസ് അതിനെപ്പറ്റി അവയർനെസ് ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അവയർനെസ് ഉണ്ടാവാൻ ഇത്തരം ക്ലാസ്സുകളോ സ്പീച്ചുകളോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ 2 ദിവസമായി ഇവിടെ വന്നിട്ട്, ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ ഞാൻ വന്നപ്പോൾ എന്നെ കണ്ട 2-3 പുതിയ പേഷ്യൻസ് ഉണ്ടായിരുന്നു. ആ പുതിയ പേഷ്യൻസ് ഇന്നലെ മിനിയാന്നൊക്കെ ഞാൻ കണ്ട ആൾക്കാരിൽ അവർക്ക് ചെറിയ ടെൻഷൻസും ചില പ്രശ്നങ്ങളൊക്കെയാണ് അവർ എക്സ്പ്രസ് ചെയ്തിരുന്നത്. അതിന് ഞാൻ ചെറിയൊരു മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിലുള്ള 1-2 ആൾക്കാരാണെങ്കിൽ പോലും ഒരു ചിരിയാണ്, ഒരു കളിയാക്കലുമായി തോന്നുന്നു നമുക്ക്. ഇതൊക്കെ എന്താ ഡോക്ടറെ, ഇതിലൊക്കെ മരുന്ന് കഴിച്ചാൽ മാറുമോ, ഇത് ഞങ്ങളൊരു പ്രശ്നമല്ലേ, ഈ പ്രശ്നമല്ല ഇപ്പോൾ ഡോക്ടറോട് പറഞ്ഞത്, ഇതിന് മരുന്നിന് എന്താ റോൾ എന്നൊക്കെയാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് കാരണം എന്നുള്ളത് ഞങ്ങളിപ്പോൾ ഒരു 10-20 കൊല്ലമായിട്ട് ഞാനൊക്കെ സൈക്യാട്രി ഫീൽഡിലുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ള കാരണങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഫുൾ ബ്രീഫ് ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാകത്തില്ല. കാരണം ഇത് പറഞ്ഞാലും തീരുമില്ല. അപ്പോൾ അവരൊരു മെൻ്റൽ സ്റ്റാറ്റസ് അങ്ങനെ ആയിരിക്കും, അവരുടെ സംശയങ്ങൾ ഒത്തിരി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിനെല്ലാത്തിനും ആൻസർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ വൈകുന്നേരം വരെ ഇരുന്നാലും തീരുമില്ല. അപ്പോൾ ചിലതൊക്കെ ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യും. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കട്ട് ഓഫ് ചെയ്യും. എന്നിട്ട് പറയും നിങ്ങൾക്ക് ഇതൊക്കെ ശരിയാവും, നിങ്ങൾ ചെറിയ മെഡിസിൻസ് ഞാൻ തരാം, അതൊന്ന് കഴിച്ചിട്ട് നിങ്ങൾ അടുത്ത മാസം വന്നാൽ. ഇപ്പോൾ ആ വ്യക്തികൾ ഇന്നലെ വന്നപ്പോൾ അവരെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒന്ന് കാണേണ്ടതായിരുന്നു. ഒന്നും പറയില്ല, അവർ പറയുന്ന വർത്താനം അതാണ്, ഒന്നുമില്ല ഡോക്ടർ ഇപ്പോൾ എല്ലാം ക്ലിയറായി. അപ്പോൾ പിന്നെ എങ്ങനെ ഇത് മനസ്സിലായി? അന്നത്തെ സംശയങ്ങളൊന്നും ഇപ്പം ഇല്ല. അന്ന് ഞാൻ വാട്ടടിച്ചാലും അവർക്കത് മനസ്സിലാവില്ല. അപ്പോൾ അതാണ് അവർക്ക് തന്നെ കൺവിൻസ്ഡായി, വിശ്വാസമായി. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെയാണ് ഓരോരുത്തർക്കും. ആ പേഷ്യൻസ് ഇപ്പോൾ നിങ്ങൾക്കൊരു ടെൻഷൻ സഫർ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വരികയും ഒരു മെഡിസിൻ കഴിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ റിലീഫ് കിട്ടുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തന്നെ ബാക്കിയുള്ള ആൾക്കാരോട് പറഞ്ഞു കൊടുത്തോളൂ. കാരണം നിങ്ങൾ പേഴ്സണൽ പ്രശ്നമാണ്, നിങ്ങളത് സഫർ ചെയ്ത ആളാണ്, കഷ്ടപ്പെട്ട ആളാണ്. ഈ പറയുന്ന മാതിരി ഒന്നുമല്ല. ഞാൻ വളരെ ഡൗൺ ആയിരുന്നു, എൻ്റെ ഫീൽഡിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, 3-4 മാസം ഞാൻ ഇത് ലീവ് എടുക്കേണ്ടി വന്നു. എനിക്ക് അറിയില്ലായിരുന്നു ആരെയും ഇതിന് കൺസൾട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ കൺസൾട്ട് ചെയ്തിട്ട് സൈക്യാട്രിസ്റ്റിനെ കണ്ടു, അതിൻ്റെ പ്രോപ്പറായി മെഡിസിൻ കിട്ടി, എനിക്കിപ്പോൾ മച്ച് ബെറ്റർ ആണ്, ഒരു പ്രശ്നമില്ല. അങ്ങനെ പറയുമ്പോൾ ആളുകൾ കുറച്ചുകൂടി അതെ അപ്പോൾ അങ്ങനെ കൺവിൻസ്ഡ് ആവണം. ഇത് അവയർനെസ് കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഓപ്പൺ അപ്പായി സംസാരിക്കുമ്പോഴും ഒരു കൂട്ടം ആൾക്കാർ ഈ ഒരു റീസൺ മിസ്യൂസ് ചെയ്യുന്ന പോലെ തോന്നിയിട്ട്, അതായത് ഇപ്പം കുട്ടികളോട് അല്ലെങ്കിൽ ആൾക്കാരോട് നമ്മൾ എനിക്കൊരു ട്രോമ ഹിറ്റ് ഉണ്ട് എന്ന് അതൊരു റീസൺ ആക്കി വെച്ച് പലരും അവരുടെ പല പ്രശ്നങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ പല ചോദ്യങ്ങളിൽ നിന്നും എസ്കേപ്പ് ആവാൻ വേണ്ടി ഇതൊരു റീസൺ ആക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ എന്ന് അതിന് പറയാം. അത് നമ്മളൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പല പഴുതുകൾ ഉപയോഗിക്കും. അത് ഞങ്ങളെപ്പോലത്തെ ആളുകളുടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലാവും നിങ്ങൾ എന്തിനാണെന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്നായിക്കോട്ടെ, അവരുടെ അടുത്ത് വേണ്ടത്ര കെയർ കിട്ടുന്നില്ല, അച്ഛൻ്റെ അടുത്ത് നിന്നായിക്കോട്ടെ അവരുടെ അടുത്ത് കെയർ കിട്ടുന്നില്ല, അവർ ശ്രദ്ധിക്കുന്നില്ല, മറ്റ് സിബ്ലിങ്സിൻ്റെ ആണ് നിങ്ങൾക്ക് കൂടുതൽ സ്നേഹം. നിങ്ങൾ സാധാരണ പ്രശ്നം വരുമ്പോൾ അങ്ങനെ പറയാം, ചേച്ചിയോടാണ് അച്ഛന് ഭയങ്കര സ്നേഹം, അമ്മയ്ക്ക് സ്നേഹം, എൻ്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാറില്ല, പഠിക്കുന്ന സമയത്ത് അങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്താലും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യില്ല, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണെങ്കിൽ അവർ നെഗ്ലക്റ്റ് ചെയ്യാണ്, എൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല, ഞാൻ അവരുടെ കാര്യത്തിലൊക്കെ എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് കിട്ടുന്നത്. അത് നിങ്ങളെ വേർഷനാണ്.
അതിനൊരു കറക്റ്റ് ആൻസർ പറഞ്ഞാൽ നിങ്ങളെ പാർട്ട്ണറെയോ നിങ്ങളെ അച്ഛനെയോ അമ്മയെ കൂടി കണ്ടാലേ എനിക്ക് മനസ്സിലാവും. കാരണം നിങ്ങളെ വേർഷൻ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നതാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് നമ്മൾ അവരുടെ പാർട്ട്നേഴ്സിനെ കൂടിയും അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടിയും കിട്ടിയാലേ നമുക്കൊരു കംപ്ലീഷൻ പറയാൻ പറ്റത്തുള്ളൂ. അവരുടെ വേർഷനെ കൂടി കേൾക്കുമ്പോൾ മാത്രമേ എനിക്ക് തേർഡ് പേഴ്സൺ നിലയ്ക്ക് എനിക്ക് അതിൽ ഇൻ്റർഫിയർ ചെയ്തിട്ട് ഇവിടെയാണ് എറർ ഇപ്പോൾ ജിൻസിയുടെ അടുത്ത് പ്രോബ്ലംസ് ഉണ്ട്, ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. ആ ചെറിയ പ്രോബ്ലംസ് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്ത് നിങ്ങൾക്ക് തന്നെ കറക്റ്റ് ചെയ്ത് തരും. ഹസ്ബൻഡിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്താണെങ്കിൽ അവരെ വിളിച്ചിട്ട് അവർക്ക് തന്നെ അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞെടുത്ത് കറക്റ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങളെ ഒരുമിച്ചിരുത്തി സംസാരിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഞങ്ങൾ ഒരുമിച്ചിരുത്തി സംസാരിക്കുകയുള്ളൂ. അതർവൈസ് അവിടെ തന്നെ പ്രശ്നങ്ങളാവും. അപ്പം നിങ്ങൾ പറഞ്ഞു തന്ന എൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ഒരു ട്രസ്റ്റ് ഉള്ളതുകൊണ്ട്, ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട്, ഒരു റാപ്പ് ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് അതേമാതിരി ഞാൻ നിങ്ങളെ പാർട്ട്ണറോടോ നിങ്ങൾ അച്ഛനോടോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല ഉറപ്പാണ്. അപ്പോൾ ചിലത് നമ്മൾ പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങളാ മാനസികാവസ്ഥയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയതാവും. അത് ചിലപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് വിഡ്രോ ചെയ്യും. ഒന്ന് വഴിതിരിച്ച് വിട്ടു കൊടുത്താൽ. അതെ, അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ ഒരു പേഴ്സണാലിറ്റിനെ പറ്റി നമ്മൾ അസസ് ചെയ്ത് കഴിഞ്ഞാൽ വെദർ ഇറ്റ് ഈസ് അതൊരു അസുഖത്തിൻ്റെ ഭാഗമാണോ അതോ അയാളുടെ പേഴ്സണാലിറ്റീൻ്റെ ഭാഗമായിട്ട് ഒരു അറ്റൻഷൻ സീക്കിങ് ബിഹേവിയർ, ശ്രദ്ധ കിട്ടാനും എന്തെങ്കിലും കാര്യം നേടാനും വേണ്ടി ചെയ്യുന്നതെന്നൊക്കെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് അവർക്ക് തന്നെ അത് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ കറക്റ്റ് ചെയ്യുകയും പിന്നെ മെഡിസിൻ സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് കൂടെ കൊടുത്തിട്ടാണ് കറക്റ്റ് ചെയ്യാറ്. ഇപ്പോൾ ഈ ജോലിയുടെ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ പറയുമ്പം നമ്മുടെ ഈ UAE ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് പേര് വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് മാസങ്ങളോളം നിന്ന് ജോലി അന്വേഷിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഈ ചില റീൽസൊക്കെ കാണുമ്പോൾ അതിൻ്റെ കമൻറ്റിൽ കാണാം, ഞാൻ 8 മാസമായി, ഞാൻ 1 വർഷമായി. ഇവരൊക്കെ കടന്നു പോകുന്നൊരു സ്റ്റേജ് ഉണ്ടാവും, ലോൺലിനെസ് ഉണ്ടാവുക. കാരണം അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഇവിടെ ആരും ഉണ്ടാവില്ല, അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണല്ലോ ഇവിടെ വരുന്നത്, ഫിനാൻഷ്യലി ഒന്ന് സെറ്റ് ആകാനാണല്ലോ അവർ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ മേ ബി വീട്ടിൽ വിളിച്ച് പറയാൻ പറ്റില്ലായിരിക്കും, അവർ ഒരുപാട് പ്രതീക്ഷയോടെ കയറ്റി വിട്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർ അനുഭവിക്കുന്ന ആ ഒരു സ്റ്റേജിൽ, ആ ഒരു മെൻ്റൽ പ്രശ്നത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരോടൊക്കെ എന്തായിരിക്കും പറയാനുള്ളത്? അതെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളൊരു കാര്യത്തിന് പോകുമ്പോൾ, ഇപ്പോൾ ജിൻസി ട്രിവാൻഡ്രത്ത് വരികയാണ്, നിങ്ങൾ ഈ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ്. പക്ഷേ എന്നാലും UAE കൾച്ചർ ഈസ് എൻ്റയർലി ഡിഫറെൻറ്റ്. നിങ്ങൾക്ക് ഇതിൽ പുത്തരിയൊന്നുമില്ല, ക്യാമറയ്ക്ക് എങ്ങനെ ഫേസ് ചെയ്യണം, കാര്യങ്ങൾ നിങ്ങൾ റുട്ടീനാണ്. ഓക്കെ, ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്കറിയാം ഇതിന് കുറേ പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ ഞാനടക്കം ഇങ്ങനെ കുറേ ചാനലുകളും ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് അത്തരം ഒരു അഡ്ജസ്റ്റ്മെൻറ്റൽ പ്രോബ്ലംസ് ഇല്ല. അത് നിങ്ങൾക്ക് തന്നെ ഡീൽ ചെയ്യുമ്പോൾ മനസ്സിലാവും പെട്ടെന്ന്. പക്ഷേ എന്നിരുന്നാലും മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ, വേറൊരു രാജ്യത്തേക്കും അവിടുത്തെ കൾച്ചർ, റൂൾസ്, റെഗുലേഷൻസ് ഒക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതിനെപ്പറ്റി നമ്മൾ ആദ്യം ഒന്ന് മെൻ്റലി പ്രിപ്പയർഡ് ആവണം. മനസ്സിലായി? അല്ലാതെ എടുത്ത് ചാടി നിങ്ങളെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നത് ചിലപ്പോൾ വല്ല ഫൈനാൻഷ്യൽ ബേർഡൻസ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല റീച്ചിലേക്ക് എത്താൻ വേണ്ടിയില്ല, നിങ്ങൾ എന്താ പറയുക ഫുൾഫിൽ ചെയ്യാൻ, ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളിവിടെ എത്തിയിട്ടുണ്ടാവുക. കാരണം നിങ്ങൾക്ക് റീച്ചിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകണം. ഇവിടെ എനിക്ക് പുരോഗതിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് നാട്ടിൽ. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു സ്ഥലം കൂടി നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു പ്ലാനിലായിരിക്കും നിങ്ങൾ വന്നത്. പക്ഷെ ആ പ്ലാന് നിങ്ങൾ അതിനെപ്പറ്റി ഒരു മെൻ്റലി പ്രിപ്പയർഡ് ആണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല. ജോലി കിട്ടാൻ പ്രയാസമാണ്. കരുതിയിരിക്കണം. അതെ, ഇവിടുത്തെ സാലറിയുടെ ഷെഡ്യൂൾ എങ്ങനെയാണ്, നിങ്ങളൊരു ഫസ്റ്റിൽ നിങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുമ്പോൾ എത്രയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എക്സ്പെക്ടേഷൻ കൂടിയാലും പ്രശ്നമാണ്. പല ഫ്രണ്ട്സുകൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ചിലപ്പോൾ ഹയർ ലെവലിൽ നിൽക്കുന്നുണ്ടാവും. പക്ഷേ ആ ലെവലിലേക്ക് ഒറ്റയടിക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല. നിങ്ങൾക്കൊരു ചാൻസ് കിട്ടി, പ്ലാറ്റ്ഫോം കിട്ടി, നിങ്ങൾ നല്ല പെർഫോമൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റീച്ച് ഹൈറ്റിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾ ഇതിൽ നിൽക്കുമ്പോൾ തന്നെ പല ഓഫേഴ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. അതെ, അങ്ങനെ ഉണ്ട്. പക്ഷേ ചിലത് നമുക്ക് പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ പല പോസ്റ്റ് വരുമ്പോൾ അപ്പോൾ കുറേയൊക്കെ ലെക്കാണ്. നമ്മളിവിടെ വന്ന് ജോലി പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ ചെയ്ത് പെട്ടെന്ന് കിട്ടുന്നവരുണ്ട്. ചിലപ്പോൾ 1 ഇയർ 3 മാസത്തെ വിസ കഴിഞ്ഞു, പിന്നെ അടുത്ത കൺട്രിയിൽ പോയി വിസ പുതുക്കി വരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്പെൻസ് കൂട്ടി നോക്കുന്നു. പിന്നെ അതിൻ്റെ കീഴിൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റൽ പ്രോബ്ലംസ് വരുന്നുണ്ട്. കാരണം ഇവിടെ ഷെയറിങ്ങിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഷെയറിങ്ങിൽ നിൽക്കുമ്പോൾ നാട്ടിൽ നിന്ന് അങ്ങനെ നിന്നൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് വലിയ ഡിഫിക്കൽട്ടാണ്. കാരണം 5-6 പേര് ഒരു റൂമിൽ കൂടുന്നു. അപ്പോൾ ബാത്റൂം ടൈം വരെ, ഇതൊന്നും ഞാൻ നിന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾക്ക് പ്രശ്നങ്ങൾ പ്രസൻറ്റ് ചെയ്യണറിയാം. ബാത്റൂം ടൈം വരെ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓഫീസ് ടൈം തെറ്റി. കാരണം നിങ്ങൾക്ക് കുളിക്കാനുള്ള ടൈം 7 മുതൽ 7:15 ആണെങ്കിൽ ആ 7:15 കഴിഞ്ഞിട്ട് എക്സീഡ് ആയിട്ട് ഒരു കൊളീഗ് അവിടെ വേറെ ഏതോ ജോലിക്ക് പോകണ വേറെ കമ്പനിയിലായിരിക്കും. അത് നിന്നാൽ നിങ്ങൾക്ക് പ്രശ്നമായി. അപ്പോൾ നിങ്ങൾ ജോലിക്ക് പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നം. അതുപോലെ കിച്ചണിലാണെങ്കിലും സാധനങ്ങളും മെസ്സും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ടൈമിങ്സ് ഒക്കെ വളരെ ഷെഡ്യൂൾ ചെയ്ത് പോയില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അതിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് കോപ്പ് ചെയ്യാൻ ഒരു ടൈം എടുക്കും. അത് നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ട് നമ്മളത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ നിങ്ങളിപ്പോൾ ഇവിടെ 2 കൊല്ലം നിന്നു, 2-3 കൊല്ലം നിന്ന് കഴിഞ്ഞാൽ നിങ്ങളതായിട്ടുള്ള ഓൺ എക്സ്പീരിയൻസ് കുറേയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഫീൽഡ് എങ്ങനെയാണ്, ഇതിന് എത്രത്തോളം സ്കോപ്പ് ഉണ്ട്, സ്കോപ്പ് ഇല്ലേ, ഇനി വേറെ വല്ല ഫീൽഡ് മാറ്റി പിടിക്കണോ,
ചിലപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് വേറെ എന്തിലേക്കും പോകേണ്ടി വരും, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് പോകും. അതൊക്കെ ഓപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടണം, അല്ലാതെ ഒറ്റയടിക്ക് ഡിസിഷനിൽ നമുക്കൊരു സമയം കൊടുക്കണം. അത് ഇല്ലാതിരുന്നാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ വരുന്ന സൈക്യാട്രി പേഷ്യൻസിനെ പറ്റി പറയുമ്പോൾ നാട്ടിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ചിലർ വരുമ്പോൾ പറയും, ഡോക്ടറെ എനിക്കൊരു പ്ലാൻ ഉണ്ട് ഒന്ന് പുറത്തോട്ട് പോകാൻ, ഇവിടെ ഒന്നും ശരിയാകത്തില്ല. അപ്പോൾ ഞാൻ അവരോട് പറയും, അവരുടെ മെഡിസിനും പ്രിസ്ക്രിപ്ഷനൊക്കെ കണ്ടിട്ട് പറയും, നിങ്ങൾ ഈ മെഡിസിൻ എന്തായാലും പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ അവിടെ പോകുമ്പോൾ ഈ മരുന്നൊക്കെ എക്സ്പെൻസീവാണ്, നാട്ടിലത്തെ പോലെയല്ല. നാട്ടിലത്തെ അതേ പൈസ കൊടുത്താൽ നാട്ടിൽ കിട്ടും. നാട്ടിൽ നിന്ന് മരുന്ന് കൊണ്ടുവരാൻ അനുവദിക്കുന്നുമില്ല. മെൻ്റലി പ്രിപ്പയർഡ് ആയാൽ നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, അതിന് അതായത് ഒരു മെഡിസിൻ ഒരു 600 ദിർഹംസ് ഒരു 500 ദിർഹംസ് നിങ്ങൾക്ക് ഒരു മന്ത്ലി വരുമെന്ന് വെച്ചോളൂ. അത് നിങ്ങൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ട് നിങ്ങളെ സാലറി നിങ്ങൾക്ക് എത്രയാണോ ഇവിടെ അഷ്യൂർ ചെയ്തിരിക്കുന്നത്, 1500 2000 ആണെങ്കിൽ അതിൽ 500-600 മാറ്റി വെച്ചിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ള എക്സ്പെൻസ്. അതെ, അതില്ലാതെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ കൺഫ്യൂഷൻ ആവും. നിങ്ങൾക്ക് ഈ മെഡിസിൻ എടുക്കണം, മെഡിസിൻ എടുത്തില്ലെങ്കിൽ പ്രശ്നം, നിങ്ങളെ ചിലവ് കഴിയണം, നാട്ടിൽ നിന്ന് വേറെ വിളി വരുന്നുണ്ട്, പൈസ അങ്ങോട്ട് അയച്ചിരുന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടിയും കഴിയില്ല. അപ്പോൾ ഇത് മെൻ്റലി പ്രിപ്പയർഡ് ആയി ഇതിലേക്ക് മാറ്റി സെർട്ടൺ എക്സ്റ്റെൻറ്റ് ഒരു പരിധി വരെ നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ വിസിറ്റിംഗ് കാര്യങ്ങൾ നിങ്ങൾ പറയാനുള്ളത്, നമ്മൾ വീട്ടുകാർക്കും നമ്മൾ ജോലിനെ പറ്റിയിട്ടും ഇതിനെപ്പറ്റി ഒരു ഐഡിയ കൊടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ ജോലി ഇപ്പോൾ ഇങ്ങനെ മീഡിയ സംബന്ധമായൊരു ജോലിയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മൊബൈലും പരിപാടികളൊക്കെ ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും. ചില സമയങ്ങളിൽ ചിലപ്പോൾ 2 മണിക്കൂറുകൾ ലൈവിൽ കയറുകയാണ്, ചിലപ്പോൾ പറ്റില്ല. ആ സമയത്ത് നിങ്ങളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, അവലാതിയായിരിക്കും, എവിടെ പോയി, എന്താ നീ വിളിക്കാത്തതെന്ന്. അപ്പോൾ നിങ്ങളെ വർക്കിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ കാര്യങ്ങളും ചിലപ്പോൾ വീട്ടുകാർക്ക് അത്ര വ്യക്തമായിട്ട് അറിഞ്ഞോളുന്നില്ല. ആ കാര്യങ്ങൾ, അതുപോലെ നിങ്ങളെ സാലറി നിങ്ങൾക്ക് എത്രയുണ്ട്, അതൊക്കെ നമ്മൾ മലയാളീസിന് എസ്പെഷ്യലി നമുക്കൊരു ഒരു ജാട ഉള്ളത് കാരണം നമ്മളത് കൂട്ടി പറയും, വല്ലവരുടെ മുമ്പിൽ ഷെയിം കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സംഭവം. നിങ്ങളിപ്പോൾ എനിക്ക് 2 ലക്ഷം രൂപ സാലറി ഉണ്ട്, 1.5 ലക്ഷം രൂപ സാലറി ഉണ്ട്, ഇങ്ങനത്തെ ഒരു കമൻറ്റ് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ വീട്ടിലോ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനീഷ്യലായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ജിൻസിക്ക് ഇത്ര ശമ്പളം ഉണ്ട്, 4-5 മാസമായല്ലോ അവൾ പോയിട്ട്, അവൾക്കിപ്പോൾ കാര്യമായിട്ട് മറ്റൊരു എക്സ്പെൻസ് ഒന്നും ഇല്ലല്ലോ, അവരിങ്ങനെ കണക്കൂട്ടി നോക്കും. റൂം അവൾ പറഞ്ഞു ഷെയറിങ് ആണ്, അപ്പോൾ അവർക്കൊരു 500 രൂപ അതിന്, ഫുഡിന് 200-300, നിങ്ങളെങ്കാട്ടും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും അവർ കണക്കൂട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളാണെങ്കിൽ ഒരു തമാശയ്ക്ക് തന്നോണം കറക്റ്റ് ഒന്നും അല്ലാതെ അങ്ങ് കുറച്ച് കൂട്ടി പറഞ്ഞതായിരിക്കും. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമുക്കേ അടുത്തൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് 2 ലക്ഷം റുപ്യ നീ അയച്ചു തരണം, നിങ്ങളുടെ സത്യത്തിൽ ഉണ്ടാവില്ല, നിങ്ങളാകെ ഷോക്കാവും. അവിടെയാണ് ഈ പ്രശ്നം പറ്റുന്നത്. അപ്പോൾ ആ റിയാലിറ്റി നമ്മൾ എല്ലായിടത്തും നാട്ടുകാരടുത്ത് മുഴുവൻ ബോധ്യപ്പെടുത്തണമെന്നല്ല, നമുക്ക് വേണ്ടപ്പെട്ട ക്ലോസ് സർക്കിളിൽ റിയാലിറ്റി, നിങ്ങളെ ജോലി എന്താണ്, അതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണ്, അവിടുത്തെ ഡിസിപ്ലിൻ എന്താണ്, അതുപോലെ പേയ്മെൻറ്റ്, എൻ്റെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു പരിധി വരെ വേണ്ടാത്ത ടെൻഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ലാസ്റ്റ് ഇയറിൽ നടന്നൊരു സംഭവമാണ് ഇതുപോലെ. UAE വിസിറ്റിംഗ് വിസയിൽ വന്ന് ജോലി അന്വേഷിക്കാൻ വന്നൊരു പയ്യൻ, പുള്ളി ആലുവക്കാരനാണ്. അപ്പോൾ പുള്ളി വന്നു, ഒരുപാട് കാലം നോക്കി, ജോലിയൊന്നും ശരിയായില്ല, തിരിച്ച് നാട്ടിൽ പോയി. പുള്ളിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ മരിക്കുന്നതിനൊരു 10 മിനിറ്റ് മുന്നേ സ്വന്തം ഫോട്ടോ RIP എന്ന ക്യാപ്ഷനോട് ഇട്ടിട്ട് പുള്ളി സൂയിസൈഡ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ്, ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, അതും പ്രായം കുറഞ്ഞ കുട്ടികൾ, 18-16 വയസ്സുള്ള കുട്ടികൾ സൈബർ ബുള്ളിങ്ങിന്റെ പേരിൽ സൂയിസൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ കുട്ടികൾ ഈ സൂയിസൈഡൽ തോട്ട്, അത് എവിടെ നിന്നായിരിക്കും അവർക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നത്? ഇത് ഇത്തരം പ്രശ്നങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട്, ഇപ്പം ആദ്യം പറഞ്ഞ കേസിലൊക്കെ ആണെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് അതിലൊരു ഡിപ്രസ്ഡ് സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ അത് അൺഐഡൻറ്റിഫൈ ചെയ്തിട്ട് പോവുകയാണ്. അത് ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്ക്, നിങ്ങൾ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ മനസ്സിലാവും, ഇയാൾ ഇങ്ങനെയല്ല, ഇയാളെ ക്യാരക്ടർ ഇങ്ങനെയല്ല, ഇയാൾക്ക് സംതിങ് റോങ് എന്തോ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് എനിക്ക് ചിലപ്പോൾ നിങ്ങളെപ്പറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ നിങ്ങളെ ക്യാരക്ടർ, നിങ്ങൾ എല്ലാത്തിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന രീതികളൊക്കെ എല്ലാവർക്കും അറിയാം, നിങ്ങൾ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക്. അത് അപ്പം തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത്ര വേഴ്സ് ആവില്ല. ഇപ്പോൾ ഈ സൂയിസൈഡ് ഇതിലേക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ ചിന്തകളുമായിട്ട് കൊണ്ടു നടക്കൽ കുറേ ആയി, പിന്നെ ഒരു രക്ഷയില്ല, ഇനി വേറൊരു മാർഗ്ഗമില്ല എന്ന് കാണുന്നവരാണ് ഇതന്നെ. ഇപ്പോൾ ഈ സൂയിസൈഡിൻ്റെ കാര്യങ്ങളൊക്കെ പല സ്റ്റേജസിലാണ് ഉണ്ടാവുക. യൂഷ്വലി ഞങ്ങൾ പറയാം, ഇപ്പോൾ ഡിപ്രഷൻ കേട്ടിട്ടില്ല, വിഷാദത്തിൻ്റെ സിവിയർ ഡിപ്രഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ, സിവിയർ ഡിപ്രഷൻ, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. ഈ സിവിയർ ഡിപ്രഷനിലാണ് സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ കൂടുക. അതേസമയം അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിലൊക്കെ സൂയിസൈഡൽ ഐഡിയേഷൻസ് ഉണ്ടാവും, പ്ലാൻസ് ഉണ്ടാവും. പ്ലാൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അധികവും സിവിയർ ഡിപ്രഷനിൽ അല്ലെങ്കിൽ സ്കിസോഫ്രീനിയൻ്റെ പല വകഭേദങ്ങളിലൊക്കെ ഉണ്ടാവാം. അപ്പോൾ ചില കണ്ടീഷൻസിലാണ് അതപ്പോൾ അസസ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അസസ് ചെയ്യാതെ ട്രീറ്റ് ചെയ്യാൻ അത് കിടക്കുകയും എങ്ങനെയൊക്കെയോ അങ്ങനെ തള്ളി നീക്കുന്നതുകൊണ്ടാണ് അവരൊക്കെ അവിടെ എത്തുകയും അതിന് ചെറിയൊരു പുഷൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ എന്തെങ്കിലും തരത്തിലൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ഓൾറെഡി ടെൻഡൻസി എൻ്റെ ബോഡിയിലുണ്ട്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ അങ്ങ് ഉടനെ ചെയ്യും. പിന്നെ അതിൻ്റെ സെക്കൻഡ് തോട്ടിലേക്കൊന്നും പോവില്ല. ഒരു നിമിഷം കൊണ്ട് ഉണ്ടാകുന്ന ഒരു ചിന്ത. അതെ.
അതുപോലെ ഈ മറ്റുള്ള കുട്ടികൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇതൊക്കെ ഗെയിംസും മറ്റൊക്കെ അഡിക്റ്റ് ആയിട്ട് സൂസൈഡ് എന്ന് വെച്ചാൽ അതിലൊരു ഇൻവോൾവ്മെൻറ്റ് വരികയാണ്. ഇൻവോൾവ്മെൻറ്റ് വരുമ്പോൾ അവർക്ക് ആ റിയാലിറ്റിയോടുള്ള ഇത് അവരപ്പോൾ ചിന്ത വരത്തില്ല. ഇപ്പം നമ്മൾ അതിപ്പോൾ നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രഗ്സിനും ആൽക്കഹോളിനൊക്കെ അഡിക്റ്റ് ആവുന്ന പോലെ തന്നെ ഇതിനൊരു അഡിക്ഷനാണ്. എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ പോണോഗ്രാഫി ഉണ്ട്, പല സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പറയുമ്പോൾ നമുക്ക് സിമ്പിളായി തോന്നിയേക്കാം, പക്ഷേ ഒന്നിലും അഡിക്ഷൻ ആയിക്കാൻ ഈവൻ സോഷ്യൽ മീഡിയ, വാട്സപ്പ് ഇതൊക്കെ അഡിക്ഷൻ ആയിട്ടുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട്. നിങ്ങളെ ഫാമിലി ലൈഫിൽ നിങ്ങളൊരു റിയൽ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾ ചിലത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതനുസരിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ ഫാമിലി ചിലപ്പോൾ പ്രശ്നമാവും. കാരണം നിങ്ങളൊരു പാർട്ട്ണർ നിങ്ങളെ ആറ്റിറ്റ്യൂഡും രീതിയും ബിഹേവിയർ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ രാത്രി 12 മണിക്കൂർ 1 മണിക്കൂർ നിങ്ങൾ ഫോണിൽ കളിച്ചിട്ടിരിക്കണം ചില ആൾക്ക് പറ്റിക്കൊള്ളുന്നില്ല. എന്നാൽ അങ്ങനെ പറ്റുന്ന ആൾക്കാർ ചിലപ്പോൾ 2 കൂട്ടർ ഒരേമായിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ തന്നെ അതിൻ്റെ ഒരു പരിധി ഉണ്ട്. പരിധി കഴിഞ്ഞാൽ അതൊക്കെ പൊട്ടും. അപ്പം അത് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഓഫീസ് ടൈം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫോൺ സൈലൻ്റ് ആക്കി വെക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മളപ്പോൾ ചോദിച്ചാൽ പറയും, അല്ലെങ്കിൽ രാവിലെ നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഏതൊക്കെ നമ്പർ വിളിച്ചു. ഇപ്പോൾ ഞാൻ വിളിച്ചെങ്കിൽ എന്നെ രാവിലെ വിളിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ ആദ്യം റെസ്പോണ്ട് ചെയ്യുന്നത് എന്നോടായിരിക്കും. ഡോക്ടറെ, ഞാൻ ഇന്നലെ വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നേരത്തെ കടന്നു, അപ്പോൾ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു, എന്തായിരുന്നു കാര്യം ചോദിക്കാം. നിങ്ങൾക്കത് റീഷെഡ്യൂളിൽ കൊണ്ടുവരാം. അങ്ങനെ ചില സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ ആർക്കാണെങ്കിലും ഏത് വലിയ ആളായിട്ടും കാര്യമില്ല, അത് ഡിപ്പെൻഡൻ്റ് ആവും. ഈ കുട്ടികൾക്ക് നമ്മളിപ്പോൾ ഈ ഫോൺ കൊടുക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ സോഷ്യലി നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കാതിരിക്കുമ്പം ചിലർ പറയും അവരുടെ സ്വാതന്ത്ര്യത്തെ പിടിച്ചു വെക്കണം. പക്ഷെ ഒരു പരിധി വരെ നമ്മളൊന്ന് പിടിച്ചു വെക്കണം അല്ലേ? ചില കാര്യങ്ങളിൻ്റെ റിയാലിറ്റി ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെട്ടില്ല. ഇപ്പോൾ ഒരു ഫോൺ കൊടുക്കുന്നതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളായിട്ടുള്ള കാര്യമല്ല, പക്ഷേ ഫോണിലൂടെ പല കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാമെന്നുള്ളത് അതെ, ആ എത്തിപ്പെടാന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഉത്ഭയം കാരണമാണ് നമ്മൾ കൊടുക്കാൻ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു പക്വത എത്തിയിട്ട് ഒരു മെച്യൂരിറ്റി എത്തിയതിനു ശേഷം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് അത് തിരിച്ചറിവുണ്ടാവും. ഇതിങ്ങനെ പോയാലെന്ത്, ഇങ്ങനെ പോയാലെന്ത്. അതില്ലാതെ എട്ടും പൊട്ടും അറിയാതെ എന്താണോ ഇതിൽ പറയുന്നത് അതന്നെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കും. ഇപ്പോൾ കുട്ടികളിൽ തന്നെ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിലൂടെ നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഞാൻ റോങ് ഐഡിയ ആയിരിക്കും, എൻ്റെ ഇൻറ്റൻഷൻ വേറെ ആയിരിക്കും, മനസ്സിലായില്ല? അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ നിങ്ങളോട് ചാറ്റ് ചെയ്യുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. അതിൽ ആ സോഫ്റ്റ് കോർണറിൽ നിങ്ങളോട് ലോഗ്യം പറഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങൾ നടക്കാൻ അവിടെ എന്തെങ്കിലും മിസ്മാച്ചിങ് വന്നാൽ നമ്മൾ തമ്മിൽ തെറ്റും, മനസ്സിലായി? അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ എല്ലാവർക്കും അറിയില്ല. അപ്പോൾ ചില കുട്ടികളൊക്കെ അതിൻ്റെ സത്യാവസ്ഥ എന്ന് വെച്ചിട്ട് അതിലങ്ങ് ബ്ലൈൻഡ് ആയിട്ട് അങ്ങ് വിശ്വസിക്കും. അത് എന്തെങ്കിലും പ്രശ്നത്തിലെത്തുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും, ഭയങ്കര വിഷമങ്ങളായിരിക്കും, അതിൽ ഇൻവോൾവ് ആവും. ഇപ്പോൾ ആ ഇൻവോൾവ്മെൻറ്റ് കൂടുമ്പോൾ അതിനൊരു ഡിപ്പെൻഡൻസി വരും. ഡിപ്പെൻഡൻസി വരുമ്പോൾ അതിലൂടെ പറയുന്ന കാര്യങ്ങൾ എന്തും കേൾക്കാൻ തയ്യാറാവും. കാരണം നിങ്ങളൊരാൾ ട്രസ്റ്റായി, അയാളെ നിങ്ങൾ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല, അയാളോട് ഞാൻ പറയുന്ന ചാറ്റിങ്ങും കാര്യങ്ങളും സത്യമാണ് നിങ്ങൾ വിശ്വസിക്കാൻ ചിലപ്പോൾ ഞാൻ ഫേക്കായിരിക്കും തരുന്ന മുഴുവൻ. അപ്പോൾ നിങ്ങൾ ഒരു ആകാശക്കോട്ട നിങ്ങൾ മനസ്സിൽ കെട്ടി, ഇയാൾ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച ആൾ, ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ അയാൾ പേരുണ്ട്, ഭയങ്കര സോഫ്റ്റാണ്, ഇപ്പുറത്ത് വീട്ടിൽ നോക്കിയാലാണെങ്കിൽ ഭയങ്കര ഹാർഷാണ്. ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഭയങ്കര വഴക്ക് പറയുന്നു, എല്ലാം എന്ത് ചെയ്തിട്ടും അവർ സന്തോഷം പറയുന്നില്ല, ഇങ്ങനെ ഇപ്പുറത്ത് നല്ല സോഫ്റ്റ് സ്പോക്കൺ. അതാണ് എല്ലാവരും കയറുക. അപ്പം നിങ്ങളതിലേക്ക് റീച്ചിലേക്ക് എത്താൻ എനിക്ക് എളുപ്പ മാർഗ്ഗമാണ്. നല്ല കുറച്ച് ഒരു ഭക്ഷണം ഇട്ട് തന്നാൽ ഒക്കെ ബബ്ബാന്ന് പറഞ്ഞാൽ ഓടിച്ചാടി വന്നോളും. കാരണം അവരുടെ ഇൻറ്റൻഷൻ നടക്കലാണ് അവരുടെ ഉദ്ദേശം. അതിൽ ചില കേസുകൾ നല്ലതുണ്ടാവും, നല്ല ഇൻറ്റൻഷൻ ഉണ്ടാവും, നിങ്ങളെ സഹായിക്കാനും നിങ്ങളുടെ ടാലൻസ് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാവരും അങ്ങനെ ആയിക്കോളുന്നില്ല. പക്ഷെ മെജോറിറ്റി കേസും ഫേക്ക് ആണെന്നുള്ളതാണ് നമ്മൾ ത്രൂ അനുഭവങ്ങളിലൂടെ പഠിക്കുന്നത്. അപ്പോൾ ആ കുട്ടികളൊന്നും ആ പ്രായത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ, മെച്യൂരിറ്റിയിൽ എത്തിയില്ലെങ്കിൽ പ്രയാസമാണ്. സ്കൂളിലും വീടുകളിലും എല്ലാം കുട്ടികൾക്ക് അവയർനെസ് ഇതിനെപ്പറ്റി കൊടുക്കേണ്ടത് നിർബന്ധമാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഒരു ഇഷ്യൂ വരുമ്പോഴെല്ലാം നമ്മൾ ഇത്തരം അവയർനെസ് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങളൊരു നോർമാലിറ്റിയിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ നല്ല ഉപദേശം നിങ്ങൾക്ക് തന്നാലും നിങ്ങളെ മൈൻഡ് ഫുള്ളി അക്സെപ്റ്റ് ചെയ്യില്ല. വൈ? ബിക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളപ്പോൾ റെസ്റ്റ്ലെസ് മൈൻഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞോ നിങ്ങൾ കേൾക്കില്ല, എന്തോ അയാൾ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയും. അതേസമയം നിങ്ങൾ നോർമലായിട്ട് നമ്മൾ നല്ലൊരു ലോകത്തിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പറയുകയാണ് ഇങ്ങനെയല്ലടോ, ഇങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കണം, നീ ഇത് ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്, ഇതൊക്കെ നോക്കണം, ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നീ അത് അക്സെപ്റ്റ് ചെയ്യും. അയാൾ പറഞ്ഞതിലൊരു കാര്യമുണ്ടല്ലോ, മനസ്സിലായി? അങ്ങനെയുള്ള സമയത്തായിരിക്കണം എടുക്കേണ്ടത്. പ്രോപ്പറായിട്ടൊരു എഡ്യൂക്കേഷൻ ഇതിന് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയല്ലേ? അതായത് ഇപ്പം ഈ സെക്സ് എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പം ഈ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ടുള്ളതും കുട്ടികൾക്ക് കുഞ്ഞിലേ തൊട്ട് തന്നെ അവർക്കൊരു സബ്ജക്റ്റ് പോലെ തന്നെ പഠിപ്പിച്ച് കൊടുക്കണം എന്നുള്ളത്. കാരണം ഡേ ടു ഡേ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഈ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആണ്. എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷയങ്ങൾ. പക്ഷെ നമ്മളതെങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ മാനേജ് ചെയ്ത് പോകുന്നു. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ അത് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ അത് ഭയങ്കര വേഴ്സണിങ് ആവും. അപ്പോൾ പിന്നെ എല്ലാവരും അറിയും. പിന്നെ പറയണം അതിൻ്റെ മടി കാണിച്ചിട്ടോ മോശം കാണിച്ചിട്ടോ ഒന്നും കാര്യമില്ല.
ഇപ്പോൾ ഈ മനസ്സിൻ്റെ ഒരു ബലം അല്ലെങ്കിൽ മനസ്സ് വീണ്ടെടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ വയനാട്ടിൽ പ്രളയം ഉരുൾപൊട്ടൽ വന്ന് ഒരുപാട് പേര് ഫാമിലി നഷ്ടപ്പെട്ടു. ഒറ്റ രാത്രിയുണ്ട്, ഒരു നിമിഷം കൊണ്ട് ചിലരുടെ കൺമുന്നിൽ വരെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവും കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരും അവർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കുന്നതിന്, വീട് വെച്ചു കൊടുക്കുന്നതിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അതിനേക്കാളും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അവരുടെ മനസ്സുകളെ ഒന്ന് ശരിയാക്കുക. കാരണം എല്ലാം തകർന്നു നിൽക്കുന്ന മനസ്സാണ്. അപ്പം ആ ഒരു മൊമെന്റിൽ അവർക്ക് പലതും തോന്നാം. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ സൂയിസൈഡിലേക്ക് അവർ ചിന്തിക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡിപ്രഷനിലേക്ക് അവർ പോവാം. അപ്പം അവരുടെ മൈൻഡിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ 2 തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇതൊന്ന് ഇത്തരം ഒരു ഡിസാസ്റ്റർ ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആണ്. ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യം വന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ അതിൻ്റെ ആ ഷോക്കിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ആ ഷോക്കിൽ ചില കാര്യങ്ങളൊന്നും നമ്മുടെ ചിന്ത അങ്ങോട്ട് പോവില്ല ഇമ്മീഡിയറ്റ്. എന്നാൽ ചില ആളുകളിൽ മാത്രം പെട്ടെന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കാം. മെജോറിറ്റി ആളുകളിലും ഇപ്പോൾ നമ്മളെല്ലാവരും ആൾക്കാരെ കാണുന്നു, വാർത്തകൾ കേൾക്കുന്നു, ന്യൂസ് കേൾക്കുന്നു, അങ്ങനെ വെന്റിലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയൊരു സമാധാനമായിട്ട് നിൽക്കും. പക്ഷേ ഇനി ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരാൻ പോകണം. ഈ ആളുകളും മറ്റുള്ളവരും എപ്പോഴും അവിടെ ഒരുമിച്ചുണ്ടാവില്ല. എത്ര സമയം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലാണെങ്കിലും കുറേ സമയം അവിടെ ആൾക്കാരും ഭക്ഷണമൊക്കെ ഉണ്ട്, അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ കുറേ പ്രശ്നങ്ങൾ ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ നമ്മളെ പ്രസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറേ ലോങ് ടൈമിൽ വരാനുള്ള കുറേ സൈക്കോളജിക്കൽ പ്രശ്നങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒന്ന് PTSD എന്ന് പറയും, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. PTSD എന്ന് പറഞ്ഞ കണ്ടീഷൻസൊക്കെ വരാൻ ചാൻസസ് വെരി വെരി ഹൈ. ഇപ്പോൾ പണ്ട് നമ്മൾ സുനാമി ഉണ്ടായിരുന്നു, പിന്നെ പ്രളയം ഉണ്ടായിരുന്നു. മുമ്പൊക്കെ നമ്മളിപ്പോൾ ഇൻഷുറൻസ്, ഇതൊക്കെ കാറിൻ്റെ ഒക്കെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഞാൻ വളരെയധികം ഓർക്കുന്നൊരു കാര്യമാണ്, നമ്മളതിൻ്റെ പൈസ കുറക്കാൻ വേണ്ടിയിട്ട്, ക്യാഷ് കുറക്കാൻ വേണ്ടി ഈ ഫ്ലഡ് ഇതൊക്കെ ഒഴിവാക്കും, എർത്ത് ക്യൂക്കൊക്കെ ഒഴിവാക്കും. കാരണം ഇൻഷുറൻസിൻ്റെ ആളോട് പറയും അത് ഒഴിവാക്കിയാൽ അപ്പോൾ അവർക്ക് കുറേ പൈസ കുറക്കാൻ പറ്റും. നാട്ടിലൊന്നും കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഇപ്പോൾ 2-3 കൊല്ലമായിട്ടോ ഫ്ലഡ് ഉണ്ട്, എർത്ത് ക്യൂക്ക് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭൂമിശാസ്ത്രപരമായിട്ട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും വരുമ്പോൾ എന്നോട് ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ ചോദിച്ചാൽ ഞാൻ പറയും ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറയും. ബിക്കോസ് എനിത്തിങ് ക്യാൻ ഹാപ്പൻ എനി ടൈം, എവിടെയും സംഭവിക്കാം. കാലാവസ്ഥൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത സമയത്തും ഇല്ലാത്ത ഏരിയയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒക്കെ ഒരു ബിയോണ്ട് കൺട്രോളാണ്. ചിലതൊക്കെ ദൈവ ഇതുപോലെ ഇരിക്കും, ദൈവ വിചാരം പോലെ ഇരിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നത് അങ്ങനെയാണ്, ഒരു ഈശ്വരവിശ്വാസിയായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ എല്ലാ മനസ്സുകൾക്കും ഒരേമാതിരി കഴിഞ്ഞോണമെന്നില്ല. നിങ്ങൾ ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് അതിജീവിച്ച് പോകാൻ കഴിയുള്ളൊരു മനക്കരുത്തുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഇന്ന് തിരിച്ചു വരാൻ കഴിയും. ആ മനക്കരുത്തില്ല, നിങ്ങൾ ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതും ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങളെ തോട്ട് ബ്ലോക്കാണ്. നിങ്ങൾക്ക് പിന്നെ ഫർദർ ഒന്നും നടക്കില്ല. ഈ നെഗറ്റീവ് മാത്രമേ നിങ്ങളെ മൈൻഡിൽ വരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ പോയത് പോയി, നഷ്ടപ്പെട്ടു, വീട് പോയി, എല്ലാം പോയി. എന്നാലും നിങ്ങളൊരു മനോബലം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ജോലി ചെയ്തിട്ടാണെങ്കിലും ഞാൻ തിരിച്ചെടുക്കും. എൻ്റെ സ്കില്ലുള്ളിടത്തോളം കാലം ഞാൻ എവിടെയെങ്കിലും പുറത്താണെങ്കിലും എവിടെയും പോയി അത് പോകാതിരിക്കണം. അപ്പോൾ ഏറ്റവും മോർ ഇമ്പോർട്ടൻറ്റ് ഇസ് മോറൽ സപ്പോർട്ട്. അതാണ് ആവശ്യം. പിന്നെ ഈ റീഹാബിലിറ്റേഷൻ വേണം. അവരെ എന്തൊക്കെയാണ് അവരിലേക്ക് ഗൈഡ് ചെയ്യാൻ കഴിയണം. എന്തിലേക്കെങ്കിലും പ്രോപ്പറായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കപ്പാസിറ്റി ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു കമ്പനിയിൽ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ ഷൈൻ ചെയ്ത് കയറി പോകാൻ പറ്റും. അല്ല നമ്മൾ വെറും ഓറലി വർത്തമാനങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ, അത് പ്രാക്ടിക്കലാക്കിയിട്ട് പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് സ്കില്ല് ചെയ്യണം. ഇപ്പോൾ ചെറുകിട വ്യവസായം ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർ ആ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ പോയി. അപ്പോൾ അവർക്ക് അതിന് റീഅഷ്യൂറൻസ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഇത് വായിച്ചു. അതൊക്കെ നല്ല ഐഡിയാസാണ്. നമ്മൾ ഒറ്റയടിക്ക് എതിർക്കാൻ പാടില്ല, പ്ലാൻ ചെയ്യണം. എന്താ വെച്ചാൽ ഒരു ടൗൺഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക, അവിടെ തന്നെ പുതിയ വീടൊന്നൊക്കെ വെച്ച് കൊടുക്കുന്നതിന് പകരം നമ്മളൊരു ഗവൺമെൻറ്റിൻ്റെ സ്ഥലം എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് സ്ഥലം ഏറ്റെടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഗവൺമെൻറ് അതിന് മുൻകൈ എടുത്തിട്ട് മറ്റുള്ള സന്നദ്ധ സംഘടനകളൊക്കെ അതിലേക്ക് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ട് നല്ല ആർക്കിടെക്ട് എഞ്ചിനീയേഴ്സിന് മറ്റേലും കണ്ടെത്തിയിട്ട് ലോ കോസ്റ്റിൽ നമ്മളൊരു മിനിമം എല്ലാ ഫെസിലിറ്റിയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ടൗൺഷിപ്പ് നമ്മൾ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് അവിടെ ഒരു ടൗൺഷിപ്പ് പുതിയത് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് നമ്മളെ മറ്റുള്ള സന്നദ്ധ സംഘടനകൾക്കും മറ്റൊക്കെ കിട്ടുന്ന സംഭാവനകളും ഡൊണേഷൻസൊക്കെ അതിലേക്ക് ഒരു കൂട്ടി ഒരു യൂണിറ്റി ഉണ്ടാക്കി അതിലൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പക്ഷെ ഒന്നും നടക്കാതെ അറിവില്ല കഴിഞ്ഞിട്ടല്ല, അറിവുണ്ട്, അറിവ് കൂടി അതിനെപ്പറ്റി ഡിസ്കഷൻ മാത്രം നടത്തിയിട്ട് ഒന്നും ആവാതെ ഡെഫിനറ്റ്ലി. അപ്പോൾ അവിടെ നിന്നും നമ്മൾ കാസ്റ്റ്, റിലീജിയൻ ഇതൊന്നുമല്ല നോക്കണ്ടേ, ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനാണ് ആവശ്യം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പറയാം നമുക്ക് ഒരു ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഏതും ആയിക്കോട്ടെ, നമ്മൾ കൂടുതൽ കാണുന്ന ഒരു കമ്മ്യൂണിറ്റി റിലീജിയൻ എന്നുള്ളത് പറയാം, ഇവർക്കൊക്കെ ഒരു ഹൃദയം മാറ്റി വെക്കുമ്പോൾ, കിഡ്നി മാറ്റി വെക്കുമ്പോൾ നിങ്ങളെ മതം നോക്കണില്ല, നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. എനിക്ക് എന്ത് പറ്റുമോ, എനിക്ക് മാച്ചിങ് ആണോ എൻ്റെ ഹാർട്ട്, ഓക്കെ, അത് ഞാൻ മുസ്ലിം ആണെന്നോ
നീ ഹിന്ദു ആണെന്നോ നീ ക്രിസ്ത്യൻ ആണെന്നോ ഒന്നും എൻ്റെ മൈൻഡിൽ വരുന്നില്ല. ഇത് പിന്നെ എവിടെ മുതലെടുക്കുന്നത്? രാഷ്ട്രീയക്കാർക്ക്, അതിലൂടെ മുതലെടുക്കുന്ന ആൾക്കാർക്ക് അല്ലാതെ അതിനെ കൊണ്ടൊരു ഗുണമില്ല. നമുക്ക് വേണ്ടത് വെച്ചാൽ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനാണ്. മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ്ങും ആ സ്നേഹബന്ധങ്ങളും ഉണ്ടെങ്കിലേ ജീവിതം സ്മൂത്തായി പോകുള്ളൂ. മറ്റേതൊക്കെ ഒരു ആളിക്കത്തലും അല്ലെങ്കിൽ അത് വെച്ചിട്ട് യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഡോക്ടേഴ്സൊക്കെ, ഞങ്ങളൊക്കെ ഓരോ ആൾക്കാരായിട്ട് പല രോഗികൾ വരുന്നു, പല റിലീജിയൻ ആൾക്കാർ വരുന്നു, പല ബാക്ക്ഗ്രൗണ്ട്. ഇവരോടൊക്കെ ഞങ്ങളൊരു പാർഷ്യാലിറ്റി വെച്ച് പെരുമാറാൻ നോക്കിയുള്ള സിറ്റുവേഷൻ എന്തായിരിക്കും ലോകത്തിൻ്റെ അവസ്ഥ? നിങ്ങൾ ദാവാ വകുപ്പാണ്, അവളെ അതെങ്ങനെ ചെയ്താൽ മതി, ഇയാൾ ഇന്ന വകുപ്പാണ്, അങ്ങനെയൊന്നും നമുക്ക് വന്നു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ അധോഗതിയാണ് അന്ന് മുതൽ. അതിലേക്ക് നാശത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതല്ലാതെ ഒരേ മനസ്സിൽ പ്രവർത്തിച്ച് ഒരു ഹ്യൂമാനിറ്റേറിയൻ ഒരു കൺസിഡറേഷൻ, ഒരു ഹ്യൂമൻ ഹെൽപ്പിംഗ് ടെൻഡൻസി നമ്മുടെ മൈൻഡ്സിൽ ഉടലെടുത്ത് അതിന് വേണ്ടി നമ്മൾ ഒത്ത് ഇണങ്ങി ചെയ്യുക. അത് അവരെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് പോലെ അതിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള ലൈഫിലും അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അതായത് അവിടെ വീണ്ടും ഫൈറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതെ, അവിടെ അത്തരം പ്രശ്നങ്ങൾ വരാതെ അവരുടെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ, ഓരോരുത്തരുടെ കപ്പാസിറ്റി നമ്മൾ ഓരോ NGO-മായിട്ടുള്ള ഗ്രൂപ്പിനെ എടുത്തിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ ലീഡർഷിപ്പിൽ അതിന് മുന്നോട്ട് കൊണ്ടുപോകുക. അതിന് വേണ്ട മോറൽ സപ്പോർട്ട്, ബാക്കപ്പ് നമ്മൾ ചെയ്യുക. കാരണം കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ആ സെൻറ്റിമെൻറ്റിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിൽ നിന്നുള്ള വല്ല പാഠമുണ്ടോ അത് നമുക്ക് ഉൾക്കൊള്ളാം. അല്ലാതെ ഇനി അതിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ എക്സ്പീരിയൻസിൽ നമ്മൾ ഇനി ഒരു പുതിയ കാൽവെപ്പ് നടത്തി മുന്നോട്ട് പോകാം. കാരണം ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇനി കുറച്ച് കഴിയുമ്പോഴാണ് ഓരോരുത്തർക്ക് ഇങ്ങനെ വരിക. ഗവൺമെന്റ് അതിന് വേണ്ട മെഷേഴ്സ് എടുക്കണം എന്ന് തന്നെയാണ് തോന്നുന്നത്. അവരുടെ മനസ്സുകൂടെ എടുക്കുകയും ചെയ്യും. ഏത് ഗവൺമെന്റ് ആണെങ്കിലും ചെയ്യും, നോർമൽ ഏത് ഗവൺമെന്റ് ആണെങ്കിലും ചെയ്യും, ഏത് രാഷ്ട്രീയം ആണെങ്കിലും ചെയ്യും. പക്ഷെ അതിനിടയ്ക്ക് എതിർപ്പും സംസാരങ്ങളും പ്രശ്നം വന്നിട്ട് വഷളായിട്ട് ഒന്നും ഇല്ലാതെ പോകും. അതങ്ങനെ ലാഗ് ചെയ്ത് പോകും. അത് അങ്ങനെ വരുമ്പോൾ ഈ വരുന്ന വ്യക്തിത്വങ്ങൾക്ക്, അതായത് ഇത് അനുഭവിച്ച വ്യക്തിത്വങ്ങൾക്ക് അവരുടെ ലൈഫാണ് സ്പോയിൽ ആവുന്നത്. വീണ്ടും അവർക്കതൊരു നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് പോകും, എവിടെ എത്താതെ പോകും. ഒരു ഭരണപക്ഷം ഒന്ന് ചെയ്യും, അതിൻ്റെ പ്രതിപക്ഷം വേറെന്ന് പറയും. ഇതിൻ്റെ ചർച്ചകൾ നടക്കാതെ ഒന്നും ഇംപ്ലിമെൻ്റ് ചെയ്യാതെ പോവും. അപ്പോൾ ഇതിൽ സഫറർ എന്ന് പറഞ്ഞാൽ ഇതിൽ അനുഭവിച്ച വിക്ടിംസാണ്. അതുണ്ടാവരുത്. അപ്പോൾ ആർക്കാണെങ്കിലും ഗുണം അത് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതാണ്, ആ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അതിൽ അനുഭവിച്ച ആളുകൾക്ക് വേണ്ടിയാണ് അവർക്ക് ഗുണം പിടിക്കാനല്ലാതെ രാഷ്ട്രീയ സ്വാധീനമോ അവരെ മുതലെടുപ്പ് നടത്തിയെന്നോ അവർക്ക് അതിനുകൊണ്ട് മൈലേജ് കിട്ടിയെന്നോ അങ്ങനെ ചിന്തിക്കാതെ നമ്മളെ മൈൻഡിലെ ഇൻറ്റൻഷൻ എന്താണോ ആ പ്യുവറാണോ നമ്മൾ ഉത്തരം പറയേണ്ടത് ദൈവത്തിൻ്റെ അടുത്താണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഞാനിപ്പോൾ എന്ത് നിന്നോട് ഫേക്കായിട്ട് കാണിച്ചാലും എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കുരുട്ടുബുദ്ധി ഉണ്ടെങ്കിൽ അതിന് ഞാൻ അനുഭവിച്ചോളൂ എന്ന് മനസ്സിലാക്കല്ലാതെ നമ്മൾ എല്ലാത്തിനും ആൻസർ ഇല്ല. മനസ്സിലായില്ല? അപ്പോൾ അല്ലെങ്കിൽ ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. ഒരു ദൈവവിശ്വാസിനെ ഡെഫിനറ്റ്ലി ഒരു ദൈവവിശ്വാസിനെ ട്രീറ്റ് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. കാരണം വെച്ചാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ 2 കോട്ടെങ്കിലും പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ പറ്റും. അല്ലാത്തവർ എവിടെ ദൈവം ഏത് ദൈവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും കൊടുക്കും. അപ്പോൾ അത് ആ തരത്തിൽ മുന്നോട്ട് പോകുക. ചില ലിമിറ്റേഷൻസിൽ നമ്മൾ അവിടെ നിർത്തുക. അപ്പോൾ അണ്ടിയാണോ മാങ്ങയാണോ ഉണ്ടായത് ആദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഉത്തരം കിട്ടില്ല. അവസാനം നമ്മളെവിടെ എത്താം? എന്തോ ഒരു അദൃശ്യ ശക്തി ഉണ്ട്, ആ പവർ ഉണ്ടാക്കിയാന്ന് വെച്ചാൽ പറയാം. അല്ലാതെ എങ്ങനെ തീരും? വെറുതെ ഇങ്ങനെ വാഗ്വാദങ്ങൾ ഉണ്ടാവുക എന്നല്ലാതെ ഒരു തീരുമാനത്തില്ല. അപ്പോൾ അത് നോക്കുക. ഇപ്പം തന്നെ പ്രശ്നങ്ങൾ വെച്ചാൽ ഇപ്പോൾ ഈ ന്യൂ ജെൻ, നിങ്ങൾ നേരത്തെ ആദ്യം ചോദിച്ചപ്പോൾ പോലെ ന്യൂ ജെന്നിന് വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കാലത്ത് ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നതാണ്, കുറച്ച് കാലം മുമ്പ് വരെ നമ്മളിപ്പോൾ വീട്ടിൽ ജോയിൻറ്റ് ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ എൻ്റെ അച്ഛൻ, എൻ്റെ ഫാദർ, എൻ്റെ ഉപ്പ എന്നോട് പറയണ ഒരു സാധനം എടുക്കൂ, അവിടെ പോയിട്ട് ഒരു ചായ എടുക്കൂട്ടോ, ഒരു അതിഥി വന്നപ്പോൾ പറഞ്ഞാൽ അത് എനിക്ക് കിട്ടിയൊരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ എനിക്ക് റെക്കഗ്നിഷൻ, ഉപ്പ എന്നെയാണല്ലോ ആലോചിച്ചത്, എന്നെയാണല്ലോ പറഞ്ഞതെന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്ക് അതല്ല. ആ കുട്ടി തിരിച്ചു ചോദിക്കും, അച്ഛാ നിങ്ങൾക്ക് എടുത്തൂടെ, എന്താ ഞാൻ എന്നെപ്പോലെ തന്നെയല്ലേ അച്ഛനോ, അച്ഛനത് അവിടെ പോയിട്ട് ക്ലാസ് എടുത്തോ. ഭയങ്കര നെഗറ്റീവ് ഇതാണ്. നമ്മൾ അതിനെ ആ ഒരു 2 ഫേസും കണ്ടപ്പെട്ട ആൾക്കാരാണ് നമ്മളൊക്കെ. ആ സ്റ്റേജും കണ്ടിട്ടുണ്ട്, ഈ സ്റ്റേജും കണ്ടിട്ടുണ്ട്. അതിലൂടെ കിട്ടുന്ന ആ ബോണ്ട് ഉണ്ടല്ലോ, ഒന്നും ഇല്ല. ആ ബോണ്ട് പൈസ കൊടുത്താൽ സാർ പറഞ്ഞ ഹ്യൂമാനിറ്റി വല്ലാണ്ട് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നു. അവർ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വാല്യൂ കൊടുക്കണം, നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. മെന്റൽ ഹെൽത്തും നമുക്ക് ട്രോമകളുണ്ട്, ശരിയാണ്, ഡിപ്രഷൻ എല്ലാം നമ്മൾ ചെയ്യണം. പക്ഷെ അവിടെ ഈ പറഞ്ഞ നമ്മുടെ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ നമ്മുടെ വാല്യൂസ് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. എസ്പെഷ്യലി ലോൺലെസ് ഒക്കെ വരുന്ന സമയത്താണ് നിങ്ങൾ ആ സപ്പോർട്ട് നിങ്ങൾക്ക് അറിയാം. നിങ്ങളെ ഫ്രണ്ട്ഷിപ്പിൻ്റെയും കൂട്ടുകാരുടെ ഒക്കെ സപ്പോർട്ട്. നിങ്ങൾ എന്തെങ്കിലും വിഷയത്തിൽ വരുമ്പോൾ നിങ്ങളെ കൊളീഗ്സും നിങ്ങളെ കൂട്ടുകാരും നിങ്ങളെ കൈത്താങ്ങ് വെച്ചിട്ട് ഞാൻ നോക്കികളുടെ പ്രശ്നമാക്കണ്ടോ എന്ന് പറയുന്ന ആ വാക്കുണ്ടല്ലോ, അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് 10 ലക്ഷം റുപ്യ വന്നാലും ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പോൾ ആ തെറ്റിലൂടെ നീങ്ങണം. അപ്പോൾ എന്തുണ്ടായിട്ട് എന്താ മനസ്സമാധാനം വേണ്ടതെന്ന് പറഞ്ഞ ചൊല്ലുണ്ട്. അപ്പോൾ എന്തുണ്ടായിട്ടും കാര്യമില്ല, നമുക്ക് മനസ്സമാധാനമാണ് വേണ്ടത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുക. തീർച്ചയായിട്ടും. അപ്പോൾ വെന്റിലേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടും. അങ്ങനെ സന്തോഷകരമായിട്ട് നമ്മളെ ലൈഫ്, വളരെ ഷോർട്ടായിട്ടുള്ള ആ ലൈഫ് നല്ല രീതിയിൽ, ശത്രുതയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പോവാം. ആർക്കും തടസ്സമാവുന്നില്ല. ഞാനിപ്പോൾ ഒരു വേറെ ഡോക്ടർ
എന്നെ പോലെ ഒരു ഡോക്ടർ അപ്പുറത്ത് വന്നു, അയാളെ കൊണ്ട് ഞാൻ എന്തിന് ബുദ്ധിമുട്ടണം? എന്നെ കാണേണ്ട ആളുകൾ എൻ്റെ അടുത്ത് വരും. അത് എന്നെ കാണേണ്ട ആൾക്കാർ എന്നെ കണ്ടാലേ അവർക്ക് സംതൃപ്തി ആവുള്ളൂ. നിങ്ങളെ കണ്ട ആൾ നിങ്ങളെ കാണും. എല്ലാവരും വേണം. ഈ ആളുകളൊക്കെ ഇവിടെ ഇല്ലെങ്കിൽ എല്ലാവർക്കും ജീവിതം പോകണ്ടേ? അവരൊക്കെ ഫാമിലിയൊക്കെ അല്ലേ? ആ തരത്തിൽ നമ്മൾ ചിന്തിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്കും പുരോഗതി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എനിവേസ് ഡോക്ടർ, ഒരുപാട് തിരക്കുകളുടെ ഇടയിൽ കുറച്ച് ടൈം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. ഈ പറഞ്ഞ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ സംസാരിച്ചു തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിനെ പറ്റി സംസാരിക്കാനുണ്ട്. അപ്പോൾ സ്റ്റിൽ ഈ ഒരു സമയപരിധി ഉള്ളത് കൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. എനിവേസ് ഒരുപാട് താങ്ക് യു. താങ്ക് യു.